നമ്മൾ മറ്റെല്ലാ മേഖലയിലും എത്രയൊക്കെ കടമെടുത്താലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടാലും ഇപ്പോഴും നീതി ആയോഗിൻ്റെ സൂചികകൾ പരിശോധിച്ചാൽ നമ്മൾ തന്നെയാണ് എല്ലാത്തിലും മുന്നിൽ എന്നത് താങ്കൾക്ക് പറയാമല്ലോ. അഭിലാഷ്, 1956 ആരായിരുന്നു മുൻപിൽ? 1956 ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സൂചികയിൽ ആരായിരുന്നു മുന്നിൽ? കേരളമായിരുന്നു. 56% കേരളത്തിന്റെ അന്നത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. 1944-45 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സൗജന്യമാക്കുകയും സാർവത്രികമാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് തിരുക്കൊച്ചി. ഈ ലയനത്തോടു കൂടി അത് തിരുക്കൊച്ചിയിൽ പൂർണ്ണമായിട്ടാവുകയായിരുന്നു. ആണല്ലോ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. 1933 സ്റ്റാദാം കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ പുരോഗതി അന്ന് മുതലുള്ള ഭരണ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട്. 1939 മാത്രം എന്തൊക്കെയാണല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. ഇതിന്റെ മുഴുവൻ പിതൃത്വം അവരെടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്നത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലത്തെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും അത് രണ്ടും നമുക്ക് കാണാവുന്നതാണ്. അത് വിട്ടേക്കുക, അതിലേക്കല്ല ഞാൻ വരുന്നത്. ഞാൻ ഈ CPM-ന്റെ DYFIയുടെ മനുഷ്യച്ചങ്ങല തുടങ്ങിയ അതിൻ്റെ പ്രചരണം തുടങ്ങുന്ന സമയം മുതൽ ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന ഒരു പ്രയോഗം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ പ്രിയ സുഹൃത്ത് DYFIയിൽ അദ്ദേഹവും എടുത്ത് പറയുന്നുണ്ട് സാമ്പത്തികമായി ഉപരോധിക്കുന്നു. ഈ സാമ്പത്തികമായി ഉപരോധിക്കുന്നു എന്ന് പറയുന്നതിന് ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്ര പൂളിലേക്ക് 1 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 57 പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്ന ഒരു കാരണം. അതിനെയാണ് ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് DYFI ഞാൻ പറയട്ടെ അഭിലാഷേ, കേന്ദ്ര പൂളിൽ നിന്ന് പൈസ വരുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് ആണ് ടെക്നിക്കലി എങ്കിലും അത് മനുഷ്യർക്കാണ് വരുന്നത്. ഓരോ സംസ്ഥാനത്തെയും എത്ര മനുഷ്യരുണ്ടോ ആ മനുഷ്യരിലേക്കാണ് എത്തുന്നത്. ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് കാശ് കൊടുക്കാതെ, അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് അടിസ്ഥാനമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതെ, നമുക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉയരാതെ നമുക്ക് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റുമോ? കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം 140 കോടി ജനങ്ങളിലേക്കാണ് വികസനം എത്തിക്കേണ്ടത്, അല്ലാതെ കുറച്ച് സംസ്ഥാനങ്ങൾ തിരിച്ച് ആ സംസ്ഥാനങ്ങളിലേക്കല്ല വികസനം എത്തിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മറുപടി പറഞ്ഞുതരാം. ഇവർ പറയുന്നത് കേരളത്തോടുള്ള വിവേചനം കാരണമാണ് 1 രൂപ കൊടുക്കുമ്പോൾ 57 പൈസ കിട്ടുന്നതെന്നാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP ആണ്. 1 രൂപ കൊടുക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് എത്രയാണ് തിരിച്ചു കിട്ടുന്നതെന്ന് അറിയാമോ? 8 പൈസയാണ് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കിട്ടുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 6 മാസങ്ങൾക്ക് മുമ്പ് വരെ BJP ഭരിച്ചിരുന്ന കർണാടകയാണ്. കർണാടകയ്ക്ക് 1 രൂപ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 15 പൈസയാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഹരിയാനയാണ്. 1 രൂപ കൊടുക്കുമ്പോൾ 18 പൈസയാണ് ഹരിയാനയ്ക്ക് തിരിച്ചു കിട്ടുന്നത്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്താണ്. 28 പൈസയാണ്. കേരളത്തിന് 57 പൈസ കിട്ടുന്നുണ്ട്. കേരളത്തിന് കിട്ടുന്നതിന്റെ 50% പോലും, പകുതി പോലും നരേന്ദ്രമോദിയുടെ സംസ്ഥാന. താങ്കൾ പറഞ്ഞ ഇത്രയും നേരം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നതാണ്. എന്നെ പറയാൻ അനുവദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ 50% പോലും. ഞാൻ 7 മണി തൊട്ട് ഇവിടെ ഇരുന്നിട്ട് മണി 7:50 ആവുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സംസാരം. ഞാൻ ക്ഷമയോടുകൂടി താങ്കൾ പറഞ്ഞത് മുഴുവൻ താങ്കൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ അനുവദിക്കൂ. അപ്പോൾ ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്തിന് വെറും 28 പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത്. ഇതെന്താ ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം സാമ്പത്തികമായി ഉപരോധിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിനാണ് ഏറ്റവും അധികം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന തരത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിരിക്കുന്നത്. 37,500 കോടി രൂപ. UPക്ക് കൊടുത്തത് എത്രയാണെന്ന് അറിയാമോ? 0 രൂപ. 1 രൂപ പോലും UPക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നുള്ള ഇനത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണത്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാൻ അർഹമായ സംസ്ഥാനങ്ങൾ ഏതാണോ ആ സംസ്ഥാനങ്ങളിലേക്കാണ് പർട്ടിക്കുലർ എമൗണ്ട് കിട്ടുക. അല്ലാതെ ചുമ്മാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ലല്ലോ. പിന്നെ റെയിൽവേ വികസനം, പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്താണ് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അരുൺ ബാബു, 2007-2008 കാലഘട്ടത്തിൽ CPM-ന്റെ പിന്തുണയോടുകൂടി കേരളത്തിലെ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിന് ലഭിച്ചിരിക്കുന്ന തുക 283.97 കോടി രൂപയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇത്തവണ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം 440 കോടി രൂപ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം 440 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാ വർഷങ്ങളിലും 2007 മുതൽ 2014 വരെ എടുത്തു കഴിഞ്ഞാൽ 288, 373 ഈ തലത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2015-16 മാത്രം 1098, 2016-17 മാത്രം 1041, 2017-18 മാത്രം 1206. ഇതിനൊക്കെ പുറമെയാണ്
ഇപ്പോൾ ഈ പറയുന്ന പോലുള്ള തുകകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. 2460 കോടി രൂപയാണ് ഗതിശക്തി പ്രോജക്റ്റിന് കേരളത്തിന് മാത്രമായിട്ട് തന്നിരിക്കുന്നത്. അമൃത് ഭാരത് പ്രോജക്റ്റ് വഴി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കോടികളാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം 600 കോടി രൂപയാണ് 15 റെയിൽവേ സ്റ്റേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്താൽ മതി. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് അടുത്ത വർഷം തുടങ്ങുന്നു. താങ്കൾ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം റെയിൽവേ, അതായത് ട്രെയിനുകളിൽ മലയാളികൾ എത്രത്തോളം ദുരിതപൂർണമായാണ് യാത്ര ചെയ്യുന്നത്, വിയർത്തൊലിച്ച് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് യാത്രയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്കല്ല, സംസ്ഥാനത്തിന്റെ വികസനമല്ല കേന്ദ്ര സർക്കാർ. താങ്കളും ഒക്കെ യാത്ര ചെയ്യേണ്ടത് കേരളത്തിലാണെങ്കിൽ അതും എനിക്ക് സുഗമമായി നൽകാൻ തീർച്ചയായിട്ടും ആകേണ്ടതാണ്. ഇപ്പൊ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം നോർത്ത് ഒന്നും തിരുവനന്തപുരം സൗത്ത് ഒന്നും ഉള്ള നിലയിൽ കൊച്ചുവേളിയെ നിയമത്തിനെ വികസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ലാൻഡ് ഒക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് കഴിയുന്നുണ്ടോ? കേരള സർക്കാർ കാശൊന്നും കൊടുക്കണ്ട, കാശ് റെയിൽവേ കൊടുത്തോളും. അത് ഇരട്ടി പൈസ കൊടുത്തിട്ട് ലാൻഡ് റെയിൽവേ മേടിച്ചോളും. പക്ഷെ ലാൻഡ് എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? 36 വലിയ കർവുകളും 45ഓളം കർവുകളുമാണ് മൊത്തത്തിൽ റെയിൽവേ നികത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ലാൻഡ് അക്വയർ ചെയ്ത് കിട്ടണ്ടേ? ലാൻഡ് അക്വയർ ചെയ്യുന്നതിനുള്ള കാശ് റെയിൽവേ കൊടുക്കുമല്ലോ. ഇത് അക്വയർ ചെയ്താൽ മാത്രമേ കൂടുതൽ ട്രെയിനുകളെ പല സ്റ്റേഷനുകളിലേക്കും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കേരളത്തിന്റെ മാക്സിമത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ഡബിളിംഗ് പ്രോജക്റ്റും കഴിഞ്ഞിട്ടില്ലേ? പല സ്ഥലങ്ങളിലും ട്രിപ്പിളിംഗിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെയുള്ള, തിരുവനന്തപുരം സോണിലാണ് കന്യാകുമാരി ഉൾപ്പെടെ വരുന്നത്, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള ഡബിളിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിഗ്നലിംഗ് പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. റെയിൽവേയുടെ ചരിത്രത്തിൽ 1947 തുടങ്ങിയ 2014 വരെ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വികസനമാണ് നിലവിൽ കേരളത്തിൽ റെയിൽവേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിന് വേണ്ടി കിട്ടിയിരുന്നതെന്ന് കൂടി ഒന്ന് തട്ടിച്ചു നോക്കണം. 2014 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ റെയിൽവേക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് 65,000 കോടി രൂപയുടെ ഹൈവേ പ്രോജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 22,000 കോടി രൂപ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്നതിൽ 5,000 കോടി രൂപ കൊടുത്തതിന്റെ കരച്ചിലാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. 65,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. 65,000 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ ഈ 5,000 കോടിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയും പ്രശ്നമില്ലേ? കേരളത്തിനല്ലേ ഇത്രയും അധികം തുക നൽകേണ്ടി വരുന്നത് ലാൻഡ് എടുപ്പുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട? ഹരിയാനയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇത്രയും തുക നൽകേണ്ടി വരുന്നുണ്ടോ? ഹരിയാന 3,000-ലധികം കോടി രൂപ കൊടുക്കേണ്ടി വന്നു. 2,000-ലധികം കോടി രൂപ കൊടുക്കേണ്ടി വന്നു. കേരളം ഒരു സെമി അർബൻ ലെവലിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ്. ഇവിടെ ലാൻഡിന് വില കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിന് കൊടുക്കേണ്ടി വന്നത്. അല്ലാതെ കേരളത്തിനോട് എന്തെങ്കിലും പ്രത്യേക വിരോധം വെച്ചിട്ടല്ലോ. ഈ തുക എന്ന് പറയുന്ന ആർക്കാണ്? പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ അഭിലാഷിന്റെ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് അഭിലാഷിന് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഭിലാഷിന് വിഷമമല്ലേ? ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ തുക എടുക്കുന്നത്. അല്ലാതെ ഈ തുക എടുത്ത് കേന്ദ്രത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ ലാൻഡിനുള്ള വില നമുക്ക് പ്രോപ്പറായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ലാൻഡ് അക്വിസിഷന്റെ 25% ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതും 1-2 പ്രോജക്റ്റുകൾക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ബിയർ ചെയ്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾ തന്നെ എടുക്കുമെന്നാണ്. അത് തത്വത്തിൽ ഇപ്പോൾ അംഗീകരിച്ചു എന്നാണ് നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോ ഈ തൊട്ടും തലോടിയും അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെലവാക്കിയിട്ട് അതിന്റെ പേരിൽ കരച്ചിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ച് മുടിച്ച് ഒരവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശരി, സംസ്ഥാന സർക്കാരിന്റെ കേസ് വിടൂ. ഇവിടെ ഇവര് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധമില്ലാതെ നടത്തുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. KSRTC എന്താണ് അവസ്ഥ? ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ കലാമണ്ഡലത്തിൽ എന്തോ ഗവർണറെ VC സ്ഥാനത്ത് നിന്ന്, അല്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആരെ കൊണ്ടുവന്ന് ഇവിടെ വലിയ പോരാട്ടങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു. 3 മാസമായി കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുത്തിട്ട്. മലബാർ ദേവസ്വം ബോർഡിലെ C ഗ്രേഡ് D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ബിവറേജസ് ഇത്രയധികം കച്ചവടം ഇവിടെ നടക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ പോലും നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെടുകാര്യസ്ഥതയല്ലാതെ എന്താണ്? എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിന് കുറ്റം പറയുകയാണ്. ഇത് കൈകഴുകലും ഒളിച്ചോടലും മാത്രമാണ്.